കൊടുത്തു. അമ്മേ, ദേ ഏട്ടൻ വന്നു. ഏട്ടാ, എന്തടി ഇതുകൊണ്ടാ ചേട്ടൻ സ്വീകരിക്കാൻ പറ്റേ? ഞാൻ ഓല വെട്ടായിരുന്നു ഏട്ടാ. സുഖല്ലേ നിനക്ക്? ആ, പിന്നെ ചേട്ടനും പിള്ളേരും സുഖം. സുഖം തന്നെ ഏട്ടാ. സുഖല്ലേ? പൊന്നുമോനെ, എത്ര കാലായിടാമോ നിന്നെ കണ്ടിട്ട്. താഴത്തും തലയിലും വെക്കാണ്ടല്ലടാ നിന്നെ ഞാൻ വളർത്തിയത്. എന്നിട്ട് എന്നോടൊരു വാക്ക് പോലും പറയാതെ രാത്രിക്ക് രാത്രി നീ ഓടിപ്പോയില്ലടാ മോനെ. അല്ല ഇവപ്പൊ ഗൾഫിൽ നിന്ന് വരെ അത് ഗൾഫിലേക്ക് പോവേ എന്താ സംഭവം? 12 വർഷത്തെ വിഷമല്ലടാ. അവരെ നേരെ വിളിച്ച് തീർക്കട്ടെ. അവരെ കൊണ്ട് അതൊക്കെ അല്ലേ പറ്റൂ. അതല്ലേ വിളിച്ചോട്ടെ. ഒന്നും നിർത്താൻ. ഞാൻ ചത്തിട്ടൊന്നുമില്ലല്ലോ. തിരിച്ചു വന്നില്ലേ? പിന്നെന്താ? ഞാനൊന്ന് പള്ളി പോയിട്ടാ. അപ്പൊ ശരി. എന്തുട്ടതില്ലേ? അതൊന്ന് പിടിച്ചേ. എത്ര കാലായി എന്റെ മോനിങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട്. അമ്മതേ വീണ്ടും കരച്ചിൽ തുടങ്ങിയല്ലോ. അമ്മ ഞാൻ തിരിച്ചു വന്നില്ലേ? പിന്നെ എന്തുട്ടാ കരയണേ? ഞാൻ കരയൂടാ, ഇനിയും കരയും. പെറ്റ തള്ളയുടെ വയറിന്റെ ദണ്ണ അറിയണമെങ്കിലേ നിനക്ക് പിള്ളേരുണ്ടാവണം. കഴിക്ക്, വയറ് നിറച്ച് കഴിക്കും മോനെ. എന്താ കായോർത്ത് വേണോ? വന്നെടുത്തോ. തല്ലോടണ്ട, നിങ്ങളോട് എടുത്തോ. വാ. നശൂലങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. വായടച്ച് നിക്കടി. അവര് കുട്ടികളാകുമ്പോ ഇത്തിരി വികൃതിയൊക്കെ കാണിക്കും. അത് ശരിയാ. അച്ഛൻ പണ്ട് കാപ്പിലിടാൻ കൊണ്ടുവരുന്ന പനഞ്ചക്കര മൊത്തം കട്ടുകൊണ്ടിരുന്നത് ഇവിടാ. എന്നിട്ട് അതിന്റെ തല്ല് കിട്ടുന്നത് മുഴുവൻ എനിക്ക്. കുരുത്തക്കേണ്ട കാര്യത്തിൽ ആമ്പിള്ളേരെ വല്ലായിരുന്നു ഇവള്. അതിപ്പോഴും അങ്ങനെ തന്നെ ഏട്ടാ. അമ്മ ഇത് കണ്ടൊന്നുള്ളണത്. തന്നോളം പോകുന്ന 2 കുട്ടികളായി. എന്നിട്ട് 2 കുട്ടികളെ മാറിയിട്ടില്ല. പോട്ടമ്മേ, സ്വന്തം വീട്ടിലൊന്നും ഇവരിപ്പോഴും കുട്ടികൾ തന്നെയല്ലേ. ഓ, ഒരു കുട്ടികള്. കോവേട്ടനൊരു വിസ ശരിയാക്കി തരണമെന്ന് പറഞ്ഞ് ഞാൻ എത്ര തവണ നിനക്ക് കത്തെഴുതി. വിസ പോട്ടെ, ഒരു മറുപടി പോലും നീ അയച്ചില്ല. ചേട്ടൻ മെനക്കത്തില്ല. എന്റെ ചേച്ചി, ഞാൻ നോക്കാഞ്ഞിട്ടല്ല, വിസ കിട്ടണ്ടേ. മാത്രമല്ല മൂപ്പർക്ക് എപ്പോഴും ശ്വാസം മുട്ടിന്റെ അസുഖമുള്ളതല്ലേ. അവിടെ പുറത്തൊക്കെ പണിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. എന്നാ പിന്നെ ആൾക്കൊരു ഓഫീസ് ജോലി ശരിയാക്ക്. അല്ലേലും മൂപ്പർക്ക് എവിടെയും ഇരുന്നിട്ടുള്ള ജോലി ഇഷ്ടം. അവിടുത്തെ മുറിയിൽ AC ഉണ്ടാവൂലോ. മൂപ്പർക്ക് AC ജോലി ഭയങ്കര ഇഷ്ടാ. ആളെപ്പോഴും ബസ്സിലെ കിളിയനല്ലേ. അതെ. എന്തായാലും നിന്റെ വീട് പണി? ചുമരുപണി കഴിഞ്ഞു. മേൽക്കൂരയ്ക്കുള്ള മരം എടുക്കണം. ബാക്കി മനോരേട്ടൻ വന്നിട്ട് ചെയ്യാന്നാ ഏട്ടൻ പറയണേ. മൂപ്പർക്ക് ഇപ്പൊ എവിടെ പണി? കോഴിക്കോട് ഒരു മരക്കമ്പനിയില്. എന്തേ? ഒന്നുമില്ലേ. അപ്പളേക്ക് നിർത്തിയോ? അതെ, ഒരു കാര്യം അറിയോ? ആ സീതയുടെ കല്യാണം കഴിഞ്ഞൂട്ടാ. കെട്ടുവിന് കൊല്ലത്തൊരു കമ്പനിയിലെ ജോലി. നല്ല കുടിയനാ. ഇടയ്ക്കൊക്കെ വീട്ടിൽ വരുള്ളൂ. വന്നാ കള്ളു കുടിച്ചാൽ ദുഷ്ടൻ ആ പെണ്ണിനെ പൊത്തീരെ തല്ലും. ചെലവിന് പൈസയൊന്നും കൊടുക്കാതെ കൊണ്ട് ആ പെണ്ണിപ്പോ ഒരു ഇഷ്ടീക്കളത്തിൽ പണിക്ക് പോവാ. ഇത്ര കാലമായിട്ട് കുട്ടികളായിട്ടില്ല. അതൊരാശ്വാസ. എന്ത് ഗ്ലാമർ ഉണ്ടായിരുന്ന പെണ്ണ. ഇപ്പൊ ഒന്ന് കാണണം. ഓവിലിട്ടു വലിച്ചോലായി. അയ്യോ, നിനക്ക് അവളുടെ കാര്യം ഇപ്പൊ തന്നെ വിളമ്പേണ്ട വല്ല കാര്യണ്ടാ? ചെക്കനാകെ വിഷമായി. അവളിപ്പോ പറഞ്ഞില്ല എന്താ അമ്മ തെറ്റ്? എന്തായാലും അവൻ അറിയേണ്ടതല്ലേ. ഞാനൊരു തഞ്ചത്തിലും നയത്തിലും ഇത് പറയാൻ നിൽക്കായിരുന്നു. എല്ലാം ഈ ചേട്ടൻ നശിപ്പിച്ചു. മാറിക്കടി. ഈ പാവ എന്റെ എനിക്ക് എനിക്ക് വേണം. എന്നിത് എനിക്ക് അതങ്ങോട്ട് ഞാൻ നിനക്ക് തരില്ല. ഞാൻ എന്റെ അമ്മോട് പറയൂട്ടാ. എന്നാ നീ പോയി പറഞ്ഞു. എനിക്കൊരു ചുക്കില്ല.
ഡാ അവള് സീതയെക്കുറിച്ച് പറഞ്ഞിട്ട് നിനക്ക് വിഷമായോ? അന്ന് അമ്മ അവളെ കെട്ടണ്ടെന്ന് പറഞ്ഞ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഇപ്പം എന്തായി? നീ പേർഷ്യയിൽ പോയി അന്തസ്സായിട്ടൊരു ജോലി കിട്ടി, പണവും പത്രാസും ആയി, ഒപ്പം പെങ്ങന്മാർക്ക് നല്ലൊരു ജീവിതവും കിട്ടിയില്ലേ? ഇന്നിപ്പോൾ ആ സീതയെ പോലെ എത്ര പെണ്ണുങ്ങളെ വേണമെങ്കിലും നിനക്ക് കിട്ടും, അത് ഈ നാട്ടിൽ നിന്ന് തന്നെ. അമ്മയൊന്ന് ആലോചിക്കട്ടെ. എൻ്റെ അമ്മ 2 വിമാനം കയറി കുറേ യാത്ര ചെയ്തിട്ടാണ് വന്നേക്കണേ. നല്ല ക്ഷീണമുണ്ട് എനിക്കൊന്ന് ഉറങ്ങണം. എന്നാ ഉറങ്ങിക്കോ. ഇതാ ചക്ക, കാണുന്നവര് മുഴുവൻ കഴിക്കേണ്ട സാധനങ്ങളൊക്കെ ചോദിക്കും. ആർക്കും ഒന്നും കൊടുക്കണ്ട, എല്ലാരും അസൂയക്കാരാ. ഇപ്പൊ തന്നെ ഈ മാല കൊണ്ടുവന്നതിന് അപ്പുറത്തെ ഇപ്പുറത്തുള്ളവർക്ക് എന്താ കുശുമ്പ്? നമ്മൾ നേരെയാവണതേ ഒരാൾക്കും കണ്ടുകൂടാ. അതിന്റെ കുന്ത്രാണ്ടൊന്നും പിടിച്ചു തിരിക്കാണ്ട് ഇറങ്ങി പോകണ്ട പിള്ളേരെ. വണ്ടി മുസ്തഫ കൊണ്ടുവച്ച് പോയതാ. നീ ഉറങ്ങാന്ന് പറഞ്ഞപ്പോ വിളിക്കണ്ടെന്ന് പറഞ്ഞ അവൻ തിരിച്ചുപോയി. വൈകിട്ട് ക്ലബിൽ മീറ്റിംഗ് ഉണ്ട് അത്ര ഇന്ന്, അതിന് ചെല്ലാൻ പറഞ്ഞു നിന്നോടവൻ. ദാ മാമനോട് നമ്മളെ വണ്ടി കയറ്റും ചോദിച്ചാലോ? ഞങ്ങൾ ഇരുത്തി ഒന്ന് ഓടിക്കോ മാമ? അതിനെന്താ വാ കയറടാ. മതി ഇറങ്ങ, ഇനി മാമൻ പൊക്കോട്ടെ. സൂക്ഷിച്ചിറങ്ങ്. ഇതങ്ങനെ നോക്കിക്കണേ, നിങ്ങൾക്ക് കയറണ്ടേ? വേണ്ട, ഈ കുന്ത്രണ്ടത്തിലൊന്നും പെൺകുട്ടികൾ കയറാൻ പാടില്ല. അതൊക്കെ ആൺകുട്ടികൾക്ക് മാത്രം കയറാനുള്ളതാ. ഇതൊക്കെ അമ്മോട് ആരാ പറഞ്ഞേ? ഇതിലെല്ലാവർക്കും കയറാം. നിങ്ങൾ കയറി സൂക്ഷിച്ച് കയറിയില്ലേ? അപ്പൊ റൈറ്റ്.